നമസ്കാരം. നെവർ അണ്ടർ എസ്റ്റിമേറ്റ് മൊസാദ്. BJP നേതാവ് സന്ദീപ് വാര്യർ ഫേസ്ബുക്കിലിട്ട ഒരു കുറിപ്പാണ്. ഇതൊരാളല്ല, ഇന്ത്യയിലാകെ നിരന്തരമായി ഇത്തരത്തിലുള്ള പ്രചാരണങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ എന്തിനാണ് എന്ന് തോന്നും. അപ്പോൾ ഡീറ്റെയിൽസ് നോക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക, ആ ലെബനനിൽ ഇസ്രായേൽ ആളുകളെ കൂട്ടക്കുരുതിക്ക് വിധേയമാക്കുകയാണ്. നൂറുകണക്കിന് ആളുകളെ കൊന്നൊടുക്കുമ്പോൾ അത് എന്തിൻ്റെ പേരിലായാലും കൊന്നൊടുക്കുന്ന ഘട്ടത്തിൽ മറ്റൊരു വശത്തിരുന്ന് നമുക്ക് സന്തോഷിക്കാൻ കഴിയുമോ? എന്തായാലും ഒരു ഭരണകൂടം മറ്റൊരു രാജ്യത്ത് കടന്നു കയറി അവിടുത്തെ ആളുകളെ കൊന്നൊടുക്കുന്ന ഘട്ടങ്ങൾ ഒരു തരത്തിലും ആഹ്ലാദപ്രദമല്ല. പക്ഷേ അങ്ങനെ ആഹ്ലാദിക്കുന്ന ആളുകൾ ഈ നാട്ടിലുണ്ട്. ഈ ഘട്ടത്തിൽ ഞാൻ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ചാൽ, ഇസ്രായേലിൻ്റെ ലെബനൻ ആക്രമണം ഒരുപക്ഷെ ഗാസയ്ക്ക് ശേഷം ലെബനൻ കൂടി തീർക്കാനുള്ള നീക്കമാക്കി ഇസ്രായേൽ അതിനെ കണക്കാക്കുകയാണ്. ഗാസയിൽ ഇപ്പോഴും തുടരുന്ന ആക്രമണം നമ്മുടെ മുമ്പിലുണ്ട്. ആ ഘട്ടത്തിൽ ഇസ്രായേലിൻ്റെ ഉദ്ദേശം എന്താണ് എന്നുപോലും വ്യക്തമല്ലാത്ത നിലയിൽ കണ്ണും പൂട്ടി ലോകമെങ്ങും ആക്രമിച്ച് ഇല്ലാതാക്കുന്ന തരത്തിലേക്ക് നശീകരണ വാസനയോടുകൂടി ഒരു രാജ്യം പോകുന്നു. അതിനെ ചോദിക്കാനും പറയാനും ആരുമില്ലാത്ത ലോക സാഹചര്യം സഹായകരമായി നിൽക്കുന്നു എന്നുള്ള ഒരു ദുഃഖകരമായ സങ്കടകരമായ സാഹചര്യമാണ്. ഇന്ന് ലെബനനിലേക്ക് കരയുദ്ധം കൂടി വ്യാപിപ്പിക്കാൻ ഇസ്രായേൽ തീരുമാനിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ 100, 200, 300 ആളുകളെ കൊന്നൊടുക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. ഏത് തരത്തിലുള്ള ന്യായത്തിനും ഒപ്പം നിൽക്കാൻ നമുക്ക് നിർവാഹമില്ലാത്ത കൊലപാതകത്തിൻ്റെ അല്ലെങ്കിൽ കൂട്ടക്കൊലകളുടെ മനുഷ്യനെ ഇല്ലാതാക്കുന്ന നശീകരണ വാസനയുടെ ഭരണകൂട തന്ത്രമാണ് യഥാർത്ഥത്തിൽ ലോകത്തിന് മുന്നിൽ ഞെളിഞ്ഞു നിന്നുകൊണ്ട് ഇസ്രായേൽ സ്വീകരിച്ചിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ ഇന്നത്തെ മലയാള മനോരമയുടെ മുഖപ്രസംഗം പ്രസക്തമാണ്. ഒരുപക്ഷെ മലയാള മാധ്യമങ്ങളിൽ ലെബനനിൽ ഇസ്രായേൽ നടത്തുന്ന കൂട്ടക്കൊലകളുടെ കൂട്ടക്കുരുതിയുടെ വാർത്തകളുമായി ബന്ധപ്പെട്ട ഗൗരവപ്പെട്ട നിരീക്ഷണങ്ങൾ, മനുഷ്യപക്ഷത്തുള്ള വിശകലനങ്ങളൊന്നും കാര്യമായി വരുന്നില്ല. ദേശാഭിമാനി പോലുള്ള ഇടതുപക്ഷ മാധ്യമങ്ങളിൽ വരുന്നുണ്ട്. ദേശീയ തലത്തിൽ തന്നെ അത്തരത്തിലുള്ള മാധ്യമങ്ങൾ വരുന്നതല്ലാതെ മുഖ്യധാര മാധ്യമങ്ങളിൽ അങ്ങനെയുള്ള ഇടപെടലുകൾ ഉണ്ടാകുന്നില്ല. പക്ഷേ ഇന്നത്തെ മനോരമയുടെ മുഖപ്രസംഗം ഗൗരവതരമാണ്. എന്ന് തീരും ഈ ചോരക്കളി എന്നുള്ളതാണ് മനോരമ ചോദിക്കുന്ന ചോദ്യം. ലെബനനിലെ ഇസ്രായേൽ ആക്രമണം സമാധാന ശ്രമങ്ങൾക്കുള്ള തിരിച്ചടിയാണ് എന്നുള്ളതാണ് അവർ പറയുന്ന കാര്യം. ഞാൻ അതിൻ്റെ പ്രസക്ത ഭാഗത്തിലൂടെ കടന്നു പോകാം. ഏത് യുദ്ധവും ഒരു ദിവസമെങ്കിലും നേരത്തെ അവസാനിച്ചെങ്കിൽ എന്നാണ് ലോക മനസാക്ഷി ആഗ്രഹിക്കുന്നത്. എന്നാൽ പുതിയ യുദ്ധമുഖങ്ങൾ തുറക്കാനും കൂടുതൽ പ്രദേശങ്ങളിലേക്ക് ആക്രമണം വ്യാപിപ്പിക്കാനുമുള്ള ത്വരയാണ് പലപ്പോഴും ദൃശ്യമാകുന്നത്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ലെബനനിലേക്കും ഇസ്രായേൽ തുറന്ന യുദ്ധമുഖം. ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണം ഒരു വർഷം പൂർത്തിയാകാൻ ഇനി 10 ദിവസമേ ബാക്കിയുള്ളൂ. ഇതിനകം 41,495 മനുഷ്യർ അവിടെ മരിച്ചു വീണു. അതിൽ കൈക്കുഞ്ഞുങ്ങളും സ്ത്രീകളും മുതൽ പ്രായമേറിയവർ വരെയുണ്ട്. ഗാസയിലെ 23 ലക്ഷം ജനങ്ങളും യുദ്ധത്തിൻ്റെ ദുരിതത്തിലാണ്. വീടും സമ്പാദ്യവുമെല്ലാം നഷ്ടപ്പെട്ട ആ ജനത കൊടും പട്ടിണിയിലും രോഗഭീതിയിലുമാണ് കഴിയുന്നത്. ഗാസ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങൾ എങ്ങും എത്തിയിട്ടുമില്ല. ഇതിനിടയിലാണ് ലെബനൻ കൂടി യുദ്ധഭൂമിയായത്. ഇതുവരെ ലെബനനിലെ 1660 കേന്ദ്രങ്ങളിലാണ് ഇസ്രായേൽ വ്യോമാക്രമണം നടത്തിയത്. 600-ലേറെ പേർ കൊല്ലപ്പെടുകയും 2000-ലേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഹിസ്ബുള്ളയുടെ കേന്ദ്രങ്ങളാണ് ലക്ഷ്യമിട്ടത് എന്ന് ഇസ്രായേൽ പറയുന്നുണ്ട് എങ്കിലും കൊല്ലപ്പെടുന്നതും പരിക്കേൽക്കുന്നതും ഭവനരഹിതരാകുന്നതും സാധാരണക്കാരാണ്. തെക്കൻ ലെബനിൽ നിന്ന് ജനങ്ങൾ വൻതോതിൽ ഒഴിഞ്ഞു പോവുകയാണ്. സിറിയയിലേക്കും പലായനം നീളുന്നുണ്ട്. തുടർന്നുകൊണ്ടിരിക്കുന്ന ഗാസ യുദ്ധം അവസാനിപ്പിക്കണമെന്ന് ലോകം ഒന്നടങ്കം ആവശ്യപ്പെടുമ്പോൾ പുതിയൊരു യുദ്ധമുഖം കൂടി തുറക്കുന്ന ഇസ്രായേലിൻ്റെ ലക്ഷ്യം എന്താണ് എന്ന ആശങ്കയും ആകാംക്ഷയും എങ്ങും നിറയുന്നു. ഗാസ ആക്രമണം തുടങ്ങിയതോടെ രാജ്യത്തിൻ്റെ വടക്കൻ മേഖലയുടെ സുരക്ഷ അവഗണിക്കുന്നു എന്ന വിമർശനം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു നേരിടുന്നുണ്ട്. ഇതുണ്ടാക്കുന്ന രാഷ്ട്രീയ തിരിച്ചടി ഒഴിവാക്കാനുള്ള ശ്രമമാണ് ലെബനൻ ആക്രമണം എന്ന് ചില നിരീക്ഷകർ വിലയിരുത്തുന്നുണ്ട്. ഏത് നിമിഷവും തിരിച്ചടിക്കപ്പെടാവുന്ന രാഷ്ട്രീയ കാലാവസ്ഥയാണ് നെതന്യാഹുവിന് ചുറ്റുമുള്ളത് എന്നത് പരിഗണിക്കുമ്പോൾ അതിന് പ്രസക്തിയുണ്ട്. രാഷ്ട്രീയമായ നിലനിൽപ്പിനുള്ള ഉപായമാണ് ലെബനൻ ആക്രമണം എന്ന നിഗമനം ശക്തമാണ്. മറുവശത്ത് ഗാസയിൽ യുദ്ധം 1 വർഷം ആകാറാകുമ്പോഴും നെതന്യാഹു അവകാശപ്പെടും പോലെ ഹമാസിനെ കീഴടക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇസ്രായേൽ നിഷ്കർഷിക്കും വിധമുള്ള വ്യവസ്ഥകളോടെ സന്ധി സംഭാഷണവും സാധിച്ചിട്ടില്ല. ഹമാസിന് ശക്തിയും പിന്തുണയും നൽകുന്ന ഹിസ്ബുള്ളയെ ദുർബലപ്പെടുത്തിയാൽ ഗാസയിലെ കാര്യങ്ങൾ തങ്ങൾ ആഗ്രഹിക്കും വിധം നടപ്പാക്കാൻ കഴിയും എന്ന് ഇസ്രായേൽ കരുതുന്നുണ്ടാകും. അങ്ങനെ ഇസ്രായേൽ ആഗ്രഹിക്കും വിധം ഉള്ള ഉപാധികളിലേക്ക് ഹമാസിനെ കൊണ്ടുവരാനുള്ള നീക്കമായും ലെബനൻ ആക്രമണം വിലയിരുത്തപ്പെടുന്നു. യുദ്ധത്തിലേക്ക് ഇറാൻ കൂടി ഉൾപ്പെടാവുന്ന ഒട്ടേറെ സാഹചര്യങ്ങൾ ഇതിനകം ഉടലെടുത്തു. ഹമാസിനും ഹിസ്ബുള്ളയ്ക്കും യമനിലെ ഹൂതികൾക്കുമെല്ലാം പിന്നിൽ ഇറാനാണെന്നും അതിനാൽ ഇറാനിലേക്ക് കൂടി യുദ്ധം വ്യാപിപ്പിക്കാൻ ഇസ്രായേൽ ആഗ്രഹിക്കുന്നുണ്ട് എന്നും കരുതുന്നവരുണ്ട്. പ്രസിഡന്റായിരുന്ന ഇബ്രാഹിം റയീസി ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ട
കൊല്ലപ്പെട്ടതിന് പിന്നിൽ ഇസ്രായേലിനെ ഇറാൻ സംശയിക്കുന്നുണ്ട്. ഹമാസിൻ്റെ മുൻ തലവൻ ഇസ്മായിൽ ഹനിയ കൊല്ലപ്പെട്ടത് ഇറാൻ്റെ അതിഥിയായി ടെഹ്റാനിലെത്തിയപ്പോഴാണ്. ഇറാൻ സൈന്യത്തിലെ ഖുദ്സ് വിഭാഗത്തിൻ്റെ മേധാവിയായിരുന്ന ഖാസിം സുലൈമാനിയെ 4 വർഷം മുമ്പ് വധിച്ചതും ഇസ്രായേൽ തന്നെ. ഇങ്ങനെ ഇസ്രായേലുമായി നിഴൽ യുദ്ധത്തിൽ നിന്ന് നേർയുദ്ധത്തിലേക്ക് ചൂടുമാറ്റാൻ ഇറാനു മുന്നിൽ ഒട്ടേറെ കാരണങ്ങൾ ഉണ്ട്. അതിന് അവരെ നിർബന്ധിതമാക്കാനുള്ള ഇസ്രായേലിൻ്റെ തന്ത്രങ്ങളിലൊന്നായും ലബനൻ ആക്രമണം വിലയിരുത്തപ്പെടുന്നു. ഇറാൻ രംഗത്തിറങ്ങിയാൽ അവിടുത്തെ ആണവ കേന്ദ്രങ്ങളെ ഇസ്രായേൽ ലക്ഷ്യമിടും എന്നും സൂചനയുണ്ട്. രാഷ്ട്രീയവും സൈനികവും തന്ത്രപരവുമായ പലതരം കണക്കുകൂട്ടലുകളുടെ അനന്തര ഫലമാണ് ലബനനിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണം. അതൊന്നുകിൽ നിലവിലെ ഗാസ യുദ്ധം നിർത്താനുള്ള അവസരം സൃഷ്ടിക്കാനാകാം, അല്ലെങ്കിൽ അതിനെ കൂടുതൽ വിപുലമാക്കാനും കൂടുതൽ രാജ്യങ്ങളെ യുദ്ധത്തിലേക്ക് വലിച്ചിഴയ്ക്കാനുമുള്ള കെണിയാകാം. രണ്ടാണ് എങ്കിലും ഇസ്രായേലിൻ്റെ പുതിയ ആക്രമണത്തിലും മരിച്ചു വീഴുന്നത് മനുഷ്യജീവനുകളാണ്. ഏത് യുദ്ധവും തുടങ്ങാൻ ഒരു നിമിഷം മതി. അത് അവസാനിപ്പിക്കാൻ പക്ഷേ മാസങ്ങളോ വർഷങ്ങളോ എത്ര വേണ്ടിവരും എന്ന് പറയാനാകില്ല. ഏത് യുദ്ധവും വരുത്തി വയ്ക്കുന്ന നഷ്ടവും നാശവും ഒരാൾക്കും പരിഹരിക്കാൻ കഴിയുന്നതും അല്ല. ഓരോ ദിവസവും യുദ്ധത്തിൽ പൊലിയുന്ന ജീവൻ തിരിച്ചു നൽകാൻ ആർക്കാണ് കഴിയുക? യുദ്ധവും ഹിംസയും ഒന്നിനുമുള്ള പോംവഴിയല്ലെന്നും സമാധാനവും സംഭാഷണവുമാണ് മനുഷ്യകുലത്തിൻ്റെ നിലനിൽപ്പിനും മുന്നേറ്റത്തിനും ആധാരമെന്നുമുള്ള പാഠം മറക്കുന്നവർ ശേഷിപ്പിക്കുന്നത് തീരാ മുറിവുകളും വേദനകളും ആകും. പശ്ചിമേഷ്യയുടെ മണ്ണിലേക്ക് സമാധാനം മടക്കിക്കൊണ്ടുവരാൻ മുഴുവൻ ലോകവും കൊതിക്കുന്നു. അത് കാണാത്തവർ മനുഷ്യരാശിയുടെ ശത്രുക്കളാണ്. ഒരുപക്ഷെ ഇത്ര കൃത്യമായ ലക്ഷ്യബോധത്തോടു കൂടി ഒരു മുഖപ്രസംഗം ലബനൻ ആക്രമണത്തിൽ ഇസ്രായേലിനെതിരെ എന്ന നിലയിൽ തന്നെ നിരീക്ഷണം അവതരിപ്പിച്ചുകൊണ്ട് എഴുതാൻ കഴിഞ്ഞു എന്നുള്ളതാണ് മനോരമയുടെ ഈ മുഖപ്രസംഗത്തിൻ്റെ പ്രസക്തി. ആത്യന്തികമായി യുദ്ധങ്ങളിൽ മരിച്ചു വീഴുന്നത് സാധാരണക്കാരാണ്. ലക്ഷ്യമിടുന്നത് എന്ന് വ്യാഖ്യാനിച്ചുകൊണ്ട് ഏതെങ്കിലും തീവ്രവാദിയുടെ ഭീകരവാദിയുടെയൊക്കെ പേര് പറയുമെങ്കിലും ഹിസ്ബുള്ളയെ പോലുള്ള സംഘടനകളുടെ പേര് പറയുമെങ്കിലും ഇതുവരെ ലബനനിൽ മരിച്ചു വീണ 1000-ലധികം മനുഷ്യരുടെ സ്വഭാവം സാധാരണത്വമാണ് എന്നുള്ളതാണ്. അവിടെ കൊല്ലപ്പെടുന്ന ആളുകളുടെ എണ്ണമോ ആ മനുഷ്യൻ്റെ ലോക സാഹചര്യമോ മനസ്സിലാക്കാതെ വീണ്ടും വീണ്ടും യുദ്ധം ചെയ്യുന്ന യുദ്ധക്കൊതിയന്മാരുടെ, ഇസ്രായേലിനെ പോലുള്ള ലോക പോലീസ് ചമയാനുള്ള യുദ്ധക്കൊതിയന്മാരുടെ മനസ്സിൽ ഒരേ ഒരു ലക്ഷ്യമാണ് അധികാരം, ഭരണകൂടം നിലനിർത്തുക എന്നുള്ള ഭരണകൂട യുദ്ധവെറിയുടെ ഭരണകൂട മുഖം മാത്രമായി ഇസ്രായേൽ മാറുകയാണ്. അതുകൊണ്ട് തന്നെ മനോരമയുടെ ഈ മുഖപ്രസംഗം ഗംഭീരമാണ് എന്ന് പറയാതെ വയ്യ. നന്ദി, നമസ്കാരം.